എന്ത് വേണമെങ്കിലും സാധിക്കാൻ ദിഗ്വിജയ. നാഗമാണിക്യം നാഗലോകത്തിന്റെ മുഴുവൻ ശക്തിയാണ്, നാഗങ്ങളുടെ ജീവനാണ്. അതിനുവേണ്ടി അവരെന്ത് തന്നെ വേണമെങ്കിലും ചെയ്യും ദിഗ്വിജയ. നമ്മൾ നാഗമാണിക്യത്തെ നമ്മുടെ സ്വന്തമാക്കാൻ പ്രയത്നിക്കുമ്പോൾ പിന്നെ നാഗങ്ങൾ അതിന് പ്രയത്നിക്കാതിരിക്കുമോ ദിഗ്വിജയ? തീർച്ചയായും ദാക്ഷായണി. എന്തുകൊണ്ടെന്നാൽ നാഗലോകത്തുള്ളവർക്ക് പോലും ഈ സമയം വളരെ അമൂല്യമായിരിക്കും. നാഗമാണിക്യത്തിനു വേണ്ടി എന്തും ചെയ്യാൻ നാഗലോകത്തുള്ളവർ സന്നദ്ധരായിരിക്കും. ഘോര അമാവാസിക്കകം നാഗലോകത്തുള്ളവർ ഭൂമിയിലേക്ക് വന്ന് നാഗമാണിക്യം നേടിയെടുക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഇനി എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ശരിയായ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതാണ്. ഇപ്പോൾ ഭൂമിയിലേക്ക് വരുന്ന നാഗങ്ങൾ സ്വന്തം ലോകത്തിന്റെ നിലനിൽപ്പിനായി ഏതു ലോകത്തുള്ളവരോടും യുദ്ധത്തിനായി തയ്യാറെടുത്തായിരിക്കും വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ ശക്തിയും നമ്മുടെ യുക്തിയും എല്ലാ രീതിയിലുള്ള തന്ത്രങ്ങളും പ്രയോഗിച്ച് നമ്മളും തയ്യാറെടുത്ത് നിൽക്കേണ്ടതാണ്. പക്ഷെ എന്നാൽ ഈ ഒരു കാര്യത്തെപ്പറ്റി ഗുരുക്കൾ ഇതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിന്റെ ഗുരുവിനപ്പോൾ ഈ കാര്യം നേരത്തെ അറിയാനുള്ള കഴിവില്ലായിരിക്കാം. ഇപ്പോൾ തന്നെ നാഗലോകത്തുള്ളവർ അന്തിമ പോരാട്ടത്തിനായി തയ്യാറായിട്ടുണ്ടാവും. അവർക്കെതിരെ ആര് തന്നെ മുന്നിൽ നിന്നാലും യുദ്ധം ഉറപ്പായും നടന്നിരിക്കും. ഈ കാര്യം നിന്റെ ഗുരുവിന് അറിയാമെങ്കിലും ഇല്ല എങ്കിലും എത്രയും വേഗം ഈ വിവരം നീ നിന്റെ ഗുരുവിനെ അറിയിക്കുക. നാഗസൈനികർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ശക്തിയും അവരുടെ മുൻപിൽ തോറ്റുപോവുകയുള്ളൂ. എങ്കിൽ ഇപ്പൊ തന്നെ പോയി പറയാം. ഒന്ന് നിൽക്കൂ. ഞാൻ ആരാണെന്ന് മനസ്സിലായില്ല? ആരാ നീ? ഞാനാണ് മായ. ഏത് മായ? നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? എന്താണ് ഇങ്ങനെ പറയുന്നത് ശിവാനി? ഒരു പരിചയമില്ലാത്ത പോലെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? പരിചയമില്ലാത്തവരോട് പിന്നെ എല്ലാരും അങ്ങനെയല്ലേ സംസാരിക്കൂ. അപ്പോൾ ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ലേ? ഇല്ല, ഞാനിതാ ഇന്ന് ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അല്ല, എന്നെ പരിചയമുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെ എന്നെ അറിയാമെന്നേ? നീ എന്താ തമാശ പറയുവാണോ? തമാശയോ? അല്ലെന്നേ. അല്ല, ചിലപ്പോ 1000 പേർക്ക് എന്നെ അറിയായിരിക്കാം. ആ 1000 പേരെ ഞാൻ അറിയണമെന്നുള്ളത് നിർബന്ധമൊന്നുമില്ലല്ലോ. സോറി, സത്യമായിട്ട് എനിക്ക് നിങ്ങളെ അറിയില്ല. എന്താണ് ദിഗ്വിജയ, നിന്നെ അലട്ടുന്നത് എന്താണ്? ഗുരുക്കളെ, അത് ദാക്ഷായണിയും കൃഷ്ണയും പറഞ്ഞിരിക്കുകയാണ്. അഘോര അമാവാസിക്ക് മുമ്പ് തന്നെ നാഗമാണിക്യം തേടി നാഗലോകത്തുനിന്ന് ആരെങ്കിലും വരുമോ? അതിനു മുമ്പേ നമ്മൾ നാഗമാണിക്യം കൈക്കലാക്കിയിരിക്കണം. സമയം കടന്നു പോയാൽ അത് നമുക്കും കിട്ടില്ല, നാഗലോകത്തുള്ളവർക്കും കിട്ടില്ല. എന്ന് വെച്ചാൽ ഈ നാഗലോകം തന്നെ കാലക്രമേണ എന്നേക്കുമായി ക്ഷയിച്ചു പോകും. അതുകൊണ്ട് ഗുരുക്കളെ, നമുക്ക് എത്രയും വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ല എങ്കിൽ നമുക്ക് പിന്നെ അതിനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അതെ ദിഗ്വിജയ, എന്നുവെച്ച് എല്ലാം എളുപ്പത്തിൽ നടക്കുമെന്ന ധാരണ തെറ്റാണ്. നമുക്ക് നാഗറാണിയെ അറിയാമെന്നല്ലാതെ ആദിശേഷൻ ആരാണെന്ന് ഇപ്പോഴും അറിയില്ല. അവനെ കിട്ടാതെ നാഗമാണിക്യം കൈക്കലാക്കുക എളുപ്പമല്ല. ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഞാൻ പോയി വരാം. ഗുരുക്കൾ എങ്ങോട്ടാ പോകുന്നേ? ഹിമാലയ സാനുക്കളിലേക്ക് പോവുകയാണ്. അവിടെ എന്റെ ഗുരുവിനോട് സംസാരിച്ച് മുന്നോട്ടുള്ള വഴി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മടങ്ങിയെത്താം. ഗുരുക്കളെ,
നമുക്ക് മുന്നിൽ സമയം തീരെ കുറവാണെന്ന് മറക്കരുത്. അറിയാം ദിഗ്വിജയ, നമ്മുടെ ഇത്രയും നാളത്തെ പരിശ്രമം ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഉറപ്പായും പരിശ്രമിച്ചേ മതിയാകൂ ഗുരുക്കളെ. എന്തെന്നാൽ നാഗമാണിക്യം എന്ന ആ മോഹമാണിക്യം എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. അല്ലല്ല, എന്റെ ഈ ജീവൻ തന്നെ ആയി കഴിഞ്ഞു. അതിനുവേണ്ടി ഞാൻ എന്റെ രൂപം തന്നെ നഷ്ടപ്പെടുത്തി. ഞാൻ എന്റെ മകളെ കൊന്നുകളഞ്ഞു. എന്റെ ജീവിതം തന്നെ നഷ്ടമാക്കി. ഇത്രയൊക്കെ നഷ്ടപ്പെട്ടിട്ടും ആ നാഗമാണിക്യം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ ഈ ജീവിതം തന്നെ വെറുതെ ആയി പോകും. വിഷമിക്കാതിരിക്കൂ ദിഗ്വിജയ, പരിശ്രമങ്ങൾക്ക് ഫലം കാണുക തന്നെ ചെയ്യും. നാഗമാണിക്യം നമ്മുടെ കൈക്കലാകും. ഉടൻ മടങ്ങിയെത്താൻ ഞാൻ. ഒരു നിമിഷം, ശരിക്കും നിനക്കെന്നെ അറിയില്ല? എന്താ നിങ്ങളുടെ പ്രശ്നം? അറിയില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തിനാ ഇങ്ങനെ പിന്നാലെ വന്ന് ചോദിക്കുന്നത്? കാര്യം എന്താ? നിനക്ക് എങ്ങനെ എന്നെ മറക്കാൻ കഴിഞ്ഞു? പരിചയം ഉണ്ടെങ്കിലല്ലേ എനിക്ക് മറക്കാൻ പറ്റുള്ളൂ. ആരാ നിങ്ങള്? നീ എന്നെ മറക്കാൻ ഒരു സാധ്യതയുമില്ല. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ ബന്ധം, എത്രയോ വർഷത്തെ പഴക്കമുള്ളതാണ്. നിങ്ങൾ കുറച്ച് ഓവറായിട്ട് സംസാരിക്കാണ് കേട്ടോ. അല്ല, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വല്ല കാശും വാങ്ങിയിട്ടുണ്ടായിരുന്നോ? അല്ല, ഇനി വേറെ എന്തെങ്കിലും തരാനുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഇങ്ങനെ പറയുന്നേ? അല്ല, ഇനി തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? നീ എന്നോട് തലയ്ക്ക് സ്ഥിരതയില്ലെന്ന് ചോദിക്കുന്നു. പിന്നെ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? അല്ല, ഞാൻ നോക്ക്, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. കുറച്ചൊരു മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കാതെ പോകാവോ? ഭർത്താവിനെ അമ്പലത്തേക്ക് കൂടെ കൊണ്ടുപോയാ മോൾക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും തൃശൂലിനെ കൂടെ കൊണ്ടുപോകാതിരുന്നത്. ഗോവിന്ദ, ചിലപ്പോ നിന്റെ ഭാര്യയും അമ്പലത്തിൽ പോയി അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ദൈവം ചിലപ്പോ വരം കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാവും നിന്റെ കൂട്ട് വേണ്ടാന്നും പറഞ്ഞ് അവൾ അവളുടെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടത്. ചോദിച്ചു വാങ്ങണ്ടായിരുന്നു. വേണ്ടായിരുന്നു, പക്ഷെ നീ ചോദിച്ചു വാങ്ങി. തന്നോളൂ മോളെ. പ്രസാദം വായിലിട്ടാ പിന്നെ അധികം സംസാരിക്കണ്ടല്ലോ. ശിവാനി, പൂജയൊക്കെ നന്നായിട്ട് നടന്നു? ആമേ, പൂജയൊക്കെ നന്നായിട്ട് തന്നെ നടന്നു. പിന്നെ അമ്മേ, എന്താ മോളെ? അമ്പലത്തിൽ വെച്ചിട്ടേ ഞാനൊരു പെൺകുട്ടിയെ കണ്ടായിരുന്നു. പെണ്ണോ? ഏത് പെണ്ണ്? അതറിയില്ല, പക്ഷെ അവളെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു. കണ്ണു കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? എന്തോ ഒരു കാന്തിക ശക്തി ഉള്ളതുപോലെയാ. അവളെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് നാളായിട്ട് പരിചയമുള്ള പോലെ തോന്നിയത്. അല്ല മോളെ, നിന്നെ പരിചയമുള്ള ഒരാളെ നിനക്ക് പരിചയമില്ലെന്നോ? അത് ഇപ്പൊ കുറച്ചു നാളായിട്ട് പഴയതൊക്കെ ഞാൻ മറന്നൊരവസ്ഥയിലായിരുന്നല്ലോ. അതുകൊണ്ട് എത്ര ആലോചിച്ചിട്ടും അത് ആരാന്ന് മാത്രം മനസ്സിലായില്ല എനിക്ക്. അങ്ങനെ ഒരാളിപ്പോ ആരാ? നീ പറയുന്നത് കേട്ടിട്ട് ഞാൻ പറഞ്ഞാളിതാ. നീയോ? നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു? നീ എന്തിനാ വന്നേ? അല്ല, നീ മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ തിരിച്ചു വന്നു? ഇതെന്താ എല്ലാരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? നോക്കുമോളെ, നീ നാഗലോകത്തുള്ളവളാ. നീ ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും വരാൻ പാടില്ല. ഇറങ്ങ്, ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. എന്തിനാ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങൾ എല്ലാവരും എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കാ. നീ മരിച്ചവളാണ്. നീ മരിച്ചത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതുമാണ്. എന്നിട്ട് വീണ്ടും നീ തിരിച്ചു വന്നെന്ന് പറയുമ്പോ ആരാ നീ? എന്തിനാ വന്നത് ഇവിടേക്ക്? അയ്യോ, ഞാൻ മായയാണ്, ത്രിവിക്രമിന്റെ ഫ്രണ്ട്. ഞാൻ നാഗലോകത്തുനിന്ന് വന്നതൊന്നുമല്ല. എന്തുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കുമോളെ, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നും എന്നെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട്. ഇനി നീയും കൂടി ഇങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാ പ്ലീസ് വേണ്ട മോളെ. ഇവിടെ നോക്ക്, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. അന്നെന്താ സംഭവിച്ചെന്നറിയോ? ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ ആരോ വന്നിട്ട് എന്റെ മുഖത്തേക്ക് ഭസ്മം വലിച്ചെറിഞ്ഞു. അപ്പൊ തന്നെ എന്റെ ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് ബോധം വന്നപ്പോഴേ എനിക്ക് മനസ്സിലായത് അവരെന്നെ തട്ടിക്കൊണ്ടു പോയതായിരുന്നു എന്ന്.